ധൂർത്തപുത്രൻ. യേശുവിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഉപമകളിൽ ഒന്നാണ് ധൂർത്തമകൻ്റെ ഉപമ. കാരണം ഇത് ദൈവത്തിൻ്റെ മഹത്തായ കരുണയും സ്നേഹവും വ്യക്തമാക്കുന്നു. കഥയിൽ ഒരു ഇളയ മകൻ പിതാവിനോട് തൻ്റെ അവകാശം ആവശ്യപ്പെട്ടു വീട് വിട്ടു. അയാൾ ആ സകല സമ്പത്തും വ്യർത്ഥമായ ജീവിതത്തിൽ കളഞ്ഞു. പിന്നെ അയാൾ ദരിദ്രനും വിശപ്പും ലജ്ജയും അനുഭവിക്കുന്നവനായി. തൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ അയാൾ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പുത്രനായി കാണപ്പെടുമെന്ന പ്രതീക്ഷയില്ലാതെ അടിയാനായെങ്കിലും ജോലിക്ക് പ്രവേശിക്കാമെന്ന ആഗ്രഹം മാത്രമായിരുന്നു. പക്ഷേ അവൻ ദൂരത്ത് നിന്നെത്തുമ്പോൾ തന്നെ പിതാവ് അവനെ കണ്ടു ഓടിച്ചേർന്നു. ശാസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാതെ സ്നേഹത്തോടെ സ്വീകരിച്ചു. വലിയ സന്തോഷത്തോടെ അവൻ്റെ തിരിച്ചുവരവ് ആഘോഷിച്ചു. അതേസമയം വീട്ടിൽ തന്നെ നിന്നിരുന്ന മൂത്ത സഹോദരൻ അസൂയയും കോപവും പ്രകടിപ്പിച്ചു. അപ്പോൾ പിതാവ് അവനെ സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചു, "നീ എപ്പോഴും എൻ്റേതാണ്. പക്ഷെ നഷ്ടപ്പെട്ട സഹോദരൻ തിരിച്ചു വന്നതിനാൽ സന്തോഷിക്കേണ്ടത് ന്യായമാണ്." ഈ കഥ ദൈവത്തിൻ്റെ ക്ഷമയുടെ ആഴം കാണിക്കുന്നു. നമ്മൾ എത്ര ദൂരെ പോയാലും തിരിഞ്ഞു വന്നാൽ ദൈവം തുറന്ന കരങ്ങളോടെ സ്വീകരിക്കുന്നു. തെറ്റുകൾ ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിക്കില്ല. യഥാർത്ഥ പശ്ചാത്താപം മടങ്ങി വരാനുള്ള വഴിയെ തുറക്കുന്നു. മൂത്ത മകൻ നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരത്തെയും സ്വയം നീതിമാന്മാരായി കാണുന്ന മനോഭാവത്തെയും പ്രതിനിധീകരിക്കുന്നു. മറ്റുള്ളവരെ വിധിക്കാതെ ദൈവം നൽകുന്ന കരുണയിൽ സന്തോഷിക്കണമെന്ന് അത് പഠിപ്പിക്കുന്നു. ഈ ഉപമയുടെ പാഠം വളരെ വ്യക്തമാണ്. നമ്മൾ പശ്ചാത്താപത്തോടെ ദൈവത്തിങ്കൽ മടങ്ങി വരുമ്പോൾ ദൈവം എപ്പോഴും ക്ഷമിക്കുകയും സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.